ആദ്യ അംഗത്തിൽ തന്നെ 108 സീറ്റുകളുമായി വിജയ് തമിഴ് രാഷ്ട്രീയത്തിലെ സൂപ്പർ ഹീറോ ആയിരിക്കുകയാണ്. തമിഴക വെട്രിക്കഴകം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. പക്ഷേ മാന്ത്രിക സംഖ്യയ 118 എത്താൻ ഇനിയും 10 സീറ്റുകൾ വേണം. തമിഴ്നാട് രാഷ്ട്രീയം ഒരു ചതുരംഗക്കളമായി മാറുകയാണ്. കരുനീക്കങ്ങൾ പിഴച്ചാൽ ദളപതിക്ക് മുഖ്യമന്ത്രി കസര നഷ്ടമാകും. തമിഴകം രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുകയാണോ? ആരാകും വിജയുടെ രക്ഷകൻ? കോൺഗ്രസും ഇടതു പാർട്ടികളും കൈപിടിക്കാനെത്തുമോ? തമിഴ്നാടിനെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആരും പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമാണ് തമിഴ്നാട്ടിൽ വിജയ് നയിച്ച തമിഴക വെട്രിക്കഴകം നടത്തിയത്. 5 നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്നലെ പുറത്തു വന്നത്. പക്ഷേ ഫലപ്രഖ്യാപന ദിവസത്തിലെ ഹീറോ വിജയ് തന്നെയാണ്. പാർട്ടി രൂപീകരിച്ച ശേഷം മത്സരിച്ച ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിഞ്ഞു. 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകളാണ് TVK നേടിയത്. DMK നയിച്ച ഭരണമുന്നണിക്ക് കിട്ടിയത് 74 സീറ്റുകൾ. കേവല ഭൂരിപക്ഷമായ 118 സീറ്റുകൾ നേടാൻ ഒരു സഖ്യത്തിനും തമിഴ്നാട്ടിൽ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനം ഭരിക്കണമെങ്കിൽ TVKക്ക് ഇനി 10 MLAമാരുടെ പിന്തുണ വേണം. ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവ് ആയതിനാൽ വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കാം. പക്ഷേ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയണം. ഇതിന് മറ്റു കക്ഷികളുടെ പിന്തുണ തേടേണ്ടതുണ്ട്. 47 സീറ്റുകളുള്ള അണ്ണാ DMK പിന്തുണയ്ക്കാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും TVK അത് തള്ളി. നിലവിൽ NDA മുന്നണിയിലാണ് അണ്ണാ DMK. ഇവരുമായി കൈകോർക്കാൻ താല്പര്യമില്ലാത്തതിനാലാണ് TVK ഈ വാഗ്ദാനം വേണ്ടെന്ന് വെച്ചത്. ഇനി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ DMK സഖ്യത്തിലുള്ള ഇടതു പാർട്ടികളുടെയും കോൺഗ്രസിന്റെയും പിന്തുണ വിജയ്ക്ക് ലഭിക്കണം. കോൺഗ്രസ്, ഇടതു പാർട്ടികൾ, VCK, ലീഗ്, DMDK എന്നിവയുമായി സഹകരിച്ചാൽ TVKക്ക് 14 സീറ്റുകൾ ലഭിക്കും. അങ്ങനെ വന്നാൽ സംസ്ഥാനത്ത് ഭരണം ഉറപ്പിക്കാം. TVKക്ക് പിന്തുണ നൽകാനാണ് കോൺഗ്രസ് നീക്കം. 5 MLAമാരാണ് കോൺഗ്രസിനുള്ളത്. ഇതോടെ TVKക്ക് 113 പേരുടെ പിന്തുണയാകും. ഇടതു പാർട്ടികളായ CPI, CPM എന്നിവയ്ക്ക് 2 വീതം MLAമാരാണുള്ളത്. ലീഗിനും 2 സീറ്റുകളുണ്ട്. ഇവരുടെ പിന്തുണ ലഭിച്ചാൽ തന്നെ 118 എന്ന മാന്ത്രിക സംഖ്യ പിന്നിടാൻ TVKക്ക് കഴിയും. 2 സീറ്റുള്ള VCKയും 1 സീറ്റുള്ള DMDKയും പിന്തുണച്ചാൽ വിജയ്ക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാം. വനിതകളുടെയും യുവാക്കളുടെയും പിന്തുണ TVK നേടിയത് കണ്ടിൽ നിന്ന് അടിക്കാനാകില്ലെന്നും വിശദമായ റിപ്പോർട്ട് നേതൃത്വത്തിൽ നൽകുമെന്നും കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഗിരീഷ് ചൌഡങ്കർ പറഞ്ഞിട്ടുണ്ട്. വിജയെ ഫോണിൽ വിളിച്ച് രാഹുൽ ഗാന്ധി ആശംസ അറിയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പിന്തുണ TVKക്ക് ഉറപ്പിക്കാനാകും. ഇടതു പാർട്ടികളും വിജയെ പിന്തുണക്കാനാണ് സാധ്യത. ഇനി കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ TVKക്ക് സാധിക്കാതെ വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. അതുവരെയുള്ള കാലയളവിൽ രാഷ്ട്രപതി ഭരണമാകും സംസ്ഥാനത്ത് ഏർപ്പെടുത്തുക. 1977 MG രാമചന്ദ്രൻ എന്ന MGR ഉണ്ടാക്കിയ നേട്ടത്തിന് തുല്യമായ നേട്ടത്തിലാണ് വിജയ് നയിക്കുന്ന TVK ഇത്തവണ എത്തിയിരിക്കുന്നത്. സിനിമയിൽ നിന്നെത്തി തമിഴ്നാട് രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യമായി തീർന്ന MGR മുഖ്യമന്ത്രി കസേരയിൽ വരെ എത്തി. 1977 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയം നേടിയ MGR 87 വരെ തമിഴ്നാട് ഭരിച്ചു. പിന്നീട് ജയലളിതയുടെ ഊഴമായിരുന്നു. അതിനുശേഷം പലരും എത്തി. പക്ഷേ ആർക്കും ഒരു ചലനവും സൃഷ്ടിക്കാനായില്ല. എന്നാൽ വിജയ് പുതിയൊരു ചരിത്രമെഴുതി മുഖ്യമന്ത്രി കസേരയ്ക്ക് തൊട്ടരികിൽ എത്തിയിരിക്കുകയാണ്. തമിഴ്നാട് രാഷ്ട്രീയം ഇന്നൊരു മുൾമുനയിലാണ്. ഒരു വശത്ത് 108 സീറ്റുകളുമായി ജനവിധി നേടിയ പടത്തലവനായി വിജയ് നിൽക്കുന്നു. മറുവശത്ത് ഭരണം പിടിക്കാൻ വേണ്ട 10 പേരുടെ പിന്തുണ എന്ന കടമ്പയും. സഖ്യകക്ഷികൾ കൈകൊടുത്താൽ കോട്ടക്കകത്ത് വിജയുടെ കിരീടതടം നടക്കും. എന്നാൽ രാഷ്ട്രീയത്തിലെ കണക്കുകൂട്ടലുകൾ പിഴച്ചാൽ കാത്തിരിക്കുന്നത് ഗവർണറുടെ ഇടപെടലും രാഷ്ട്രപതി ഭരണവുമാകാം. സിനിമയിലെ ക്ലൈമാക്സുകളേക്കാൾ ഉത്തേജനമായ ഒരു രാഷ്ട്രീയ ക്ലൈമാക്സിനാണ് തമിഴകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വിജയ് എന്ന രാഷ്ട്രീയക്കാരന്റെ പക്വതയും തന്ത്രങ്ങളും പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങൾ.